അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്, അപ്പം 22-ാം ദിവസത്തെ നോമ്പ് തുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചായക്കടിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കിഴി അല്ലെങ്കിൽ ചിക്കൻ ബാഗ് എന്ന് പറയാം. പിന്നെ ഒരുപാട് തവണ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു റെസിപ്പിയാണ് അൽസയുടേത്. ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിലെങ്ങാനും പോസ്റ്റ് ചെയ്തതാണ്. അപ്പം അൽസയുടെ റെസിപ്പി ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അൽസ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാസ്തയായിട്ട് ഇടിയപ്പവും വാട്ടിപ്പത്തലും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത്. ഇടിയപ്പത്തിൻ്റെയും വാട്ടിപ്പത്തലിൻ്റെയും ചിക്കൻ കറിയുടെയൊക്കെ ഒന്നിൽ കൂടുതലായിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ആ വീഡിയോസ് ലിങ്ക് ഞാൻ ഇടാം, അത് കാണണം കേട്ടോ. സ്റ്റഫ്ഡ് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ നോമ്പിന് തന്നെ ഇടിയപ്പം അടയാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും വീഡിയോ കാണുക. അപ്പം നമുക്ക് അൽസ ഉണ്ടാക്കാം. അൽസ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഷോപ്പിൽ നിന്നും അൽസ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു കുത്തിയ ഗോതമ്പ് വാങ്ങാൻ കിട്ടും. അത് ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പച്ചവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതി. നന്നായിട്ട് കുതിർന്ന് വന്നാൽ അത് കഴുകിയെടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ആദ്യം ഈ കഴുകിയെടുത്ത ഗോതമ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. കുത്തിയ ഗോതമ്പാണ് കേട്ടോ, സാധാരണ നമ്മൾ പൊടിപ്പിക്കാൻ എടുക്കുന്ന ഗോതമ്പല്ല. അൽസ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കാം. അരിയുമ്പം സൈസൊന്നും പ്രശ്നമാക്കണമെന്നില്ല, വെന്തിട്ട് അടിഞ്ഞു പോകുന്ന സാധനമല്ലേ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ നമുക്ക് ഈ അൽസയിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ചിക്കൻ എല്ലോട് കൂടിയിട്ട് അതേപോലെ തന്നെ ഈ നെയ്യോട് കൂടിയിട്ടുള്ള ചിക്കൻ ചേർക്കുന്നത്, അല്ലെങ്കിൽ ബീഫായാലും മട്ടണായാലും ആ നെയ്യോട് കൂടിയിട്ട് ചേർക്കുന്നത് അൽസയിൽ നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പം ഈ ചിക്കനോ ബീഫോ മട്ടണോ ഒന്നും ആവശ്യമില്ലാത്തവർ, ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ഒരു 4-5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കാം. നെയ്യോട് കൂടിയിട്ടുള്ള മീറ്റ് ചേർക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അൽസ. ഇനി ഒന്ന് ചൂടായി വരുമ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിലിനങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അൽസക്കുള്ള ഗോതമ്പ് ഇവിടെ വേവുന്ന സമയം ഞാനിപ്പം ചിക്കൻ ബാഗിന് വേണ്ടിയിട്ടൊരു മാവ് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഡാൽഡ ഇട്ട് കൊടുക്കാം. ഡാൽഡയ്ക്ക് പകരം ഗീ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ അയമോദകം അജ്വൈൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായി കൈകൊണ്ടെല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ചപ്പാത്തിയുടെ പരുവത്തിൽ അങ്ങ് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോവാതെ നല്ല ടൈറ്റായിട്ട് തന്നെ ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഈ ചിക്കൻ ബാഗിന് വേണ്ടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. സവാളയിൽ ഞാൻ ആദ്യമേ ഈ ഗരം മസാല ചേർക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും സവാളയിലും കിട്ടും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറിയിൽ നിന്നും കുറച്ചൊരു തവിയോളം ചിക്കൻ കറി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി മൂപ്പിച്ച് വഴറ്റിയെടുക്കാം. ചിക്കൻ കറി നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നത് ചിക്കൻ വേവിച്ചെടുത്തിട്ട് ആ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഒന്നങ്ങ് വറ്റിച്ചെടുത്തിട്ട് അത് ഈ ഒരു മസാലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ ചെയ്യുന്നത് ചിക്കൻ വേവിക്കാതെ തന്നെ എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ചിക്കൻ കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ ഇതേപോലെ മസാല ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പം എല്ലാം നന്നായി മിക്സായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1-1.5 കപ്പോളം ഉണ്ടാവും. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല നന്നായി മിക്സായി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതങ്ങ് വിതറി കൊടുക്കാം. മസാലയിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. അപ്പം എല്ലാം ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ അൽസ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിലൊക്കെ വന്നപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തുറന്ന് വെച്ചതാണ്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പും നന്നായിട്ട് വെന്തിട്ട് അടിഞ്ഞു വരും.
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ചിട്ട് ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇടക്കിടക്കൊന്നങ്ങ് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുക്കറിലൊന്നും ഉണ്ടാക്കാറില്ല. അൽസ ഉണ്ടാക്കാൻ വലിയൊരു കുടുക്കച്ചെമ്പിലാണ്, അതും കുറേ സമയം തീയിൽ വെച്ചിട്ട് ഒരു മന്തെടുത്തിട്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കാറ്. നമ്മളിപ്പം മന്തും ഇല്ല, ഈ പറഞ്ഞ പോലെ അടുപ്പും ഇല്ല. അപ്പം പിന്നെ കുക്കറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ മാഷർ എടുത്തൊന്ന് മാഷ് ചെയ്യാൻ നോക്കി, പക്ഷെ അതത്ര ഈസി ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതേപോലെയുള്ളൊരു ഹാൻഡ് മിക്സർ എടുത്തിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു മന്തിൻ്റെ ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനി ഒന്ന് നന്നായിട്ടങ്ങ് ഉടച്ചുടച്ചെടുക്കണം. അപ്പം ഈ ഒരു ഹാൻഡ് മിക്സർ നല്ലൊരു സാധനമാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അൽസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിച്ചെടുക്കാൻ നല്ല സംഭവമാണ്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലാണ് പണ്ട് ചേർക്കാറ്. ഇപ്പം തേങ്ങാപ്പാലൊന്നും കിട്ടാത്തത് കൊണ്ട് മിൽമ പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് ഉടച്ച് മിക്സാക്കി എടുക്കണം. ഇനി കൈവെക്കാതെ നന്നായിട്ട് ഇതൊന്നങ്ങ് ഉടച്ചെടുക്കണം. ഇങ്ങനെയൊന്നും ഈ ഹാൻഡ് മിക്സറോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിതൊന്നും ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുത്തിട്ടൊന്ന് മിക്സിയിൽ ഒന്നോ രണ്ടോ പൾസിനൊന്നങ്ങ് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം. അപ്പം കുറേയൊക്കെ അങ്ങ് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ അൽസയിൽ കുറേ ഗോതമ്പ് ഉടഞ്ഞു കിട്ടുകയും ചെയ്യണം. അതേപോലെ കുറേയൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനും കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ ഒന്ന് പിന്നെയും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ അൽസ നന്നായിട്ട് തിളച്ചിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൽസയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് പൊട്ടിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂണോളം നല്ല നെയ്യ്, അതായത് ഗീ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടായ ഒരു പാനിലേക്ക്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വലിയ ഉള്ളിയും, ഒരു 5-6 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു പകുതിയോളം സവാള അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഈ കുഞ്ഞുള്ളിയും സവാളയും അങ്ങ് ഇട്ട് കൊടുക്കാം. നേർമയായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളിയും സവാളയും ആയിരിക്കണം. എന്നിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറുത്തെടുക്കുന്നില്ല, അതേപോലെയുള്ള കളറായി കിട്ടണം. ഈ കുഞ്ഞുള്ളി നമ്മൾ നല്ല നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ്. അൽസക്ക് കുഞ്ഞുള്ളി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതും. ഇപ്പം ഈ ഉള്ളി നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അൽസയിലേക്ക് കുറച്ച് ഇത് നെയ്യോട് കൂടിയിട്ട് തന്നെ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇടരുത്, കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോഴാണ് ശരിക്കും അൽസയുടെ ആ ഒരു പഴയ നമ്മുടെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെ മനസ്സിൽ വരുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള നെയ്യ് നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ചൂടോടുകൂടി അൽസ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. കല്യാണ വീട്ടിലൊക്കെ അൽസ കഴിക്കുമ്പം പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാനിവിടെ കഴിക്കുന്നത് മുളകിട്ടതോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടിയിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണത്. പഞ്ചസാര കൂട്ടി കഴിക്കുന്നവർ ഒന്ന് മുളകിട്ടതും കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കൂ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിപ്പം പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല നെയ്യും ആ ഉള്ളിയോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിൽ അങ്ങ് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അൽസ റെഡിയായി. ഇനി ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇനി അടുത്തതായിട്ട് ചിക്കൻ ബാഗിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡിയാണ്. അതേപോലെ തന്നെ ഞാൻ മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, ഹാഫായിട്ട് നടുവായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ബോളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ കുഴച്ച് വെച്ച മാവിനെ ഞാനിപ്പോൾ ഒന്ന് കളറിട്ടൊന്ന് കുഴച്ചതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കൻ ബാഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു നാട പോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കാൻ, ഒരു കിഴിയൊക്കെ കാണുന്നില്ല അതേപോലെ തന്നെ ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കും. അപ്പം നാട വേറൊരു കളറാകുമ്പം കാണാനൊരു ഭംഗിയുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു നീളത്തിലും വലിപ്പത്തിലും മതി. അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം സൈഡൊക്കെ നന്നായിട്ടൊന്നങ്ങ് നേരിയതാക്കി പരത്തിയെടുക്കാം. നടുഭാഗം നേരിയതായില്ലെങ്കിലും പ്രശ്നമില്ല, സൈഡൊക്കെ നന്നായിട്ടൊന്നങ്ങ് നേർമയാക്കി പരത്തിയെടുക്കാം. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മസാല ഫിൽ ചെയ്തിട്ട് മുകളിൽ ഒരു പൂവ് പോലെ ആക്കി വരും. അപ്പോൾ ആ ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേർമയാക്കിയിട്ട് സൈഡൊക്കെ പരത്തുന്നത്. ഇതിപ്പം ഞാൻ നന്നായി പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മസാല ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയുടെ മുകളിലായിട്ട് ഒരു മുട്ടയുടെ പകുതി കട്ട് ചെയ്തതുണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കാം.
എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കാം. നമ്മൾ സാരിയുടെ ഒക്കെ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ടല്ലോ, അതേപോലെ വിചാരിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്നങ്ങ് എല്ലാ ഭാഗത്തു നിന്നും ചുറ്റിയെടുക്കാം. ഈ മസാലയും മുട്ടയും കവർ ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ചപ്പാത്തിയാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം ഇപ്പം ഞാനിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ മുകളിൽ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലുള്ള മസാല പുറത്തേക്ക് വരികയും ചെയ്യരുത്. അതേപോലെ ഉള്ളിലേക്ക് ഫ്രൈ ചെയ്യുമ്പം എണ്ണയും ഇറങ്ങരുത്. അങ്ങനെ നന്നായിട്ടൊന്നങ്ങ് പ്രസ്സാക്കി എടുത്തിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ആ നാട വെച്ചിട്ടൊന്നങ്ങ് കെട്ടിക്കൊടുക്കാം. അതൊന്ന് പ്രസ്സായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്നങ്ങ് തടവി കൊടുത്തിട്ടൊന്നങ്ങ് അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ശരിക്കും ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് അങ്ങ് കയറും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി ചൂടായി വന്ന എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായി ഓരോ സൈഡും തിരിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലേക്ക് ഇടുമ്പം ഫുൾ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്നങ്ങ് മീഡിയം ആക്കി വെക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ചുറ്റിച്ചെടുക്കാം. ഈ മുകളിലുള്ള ആ പൂവ് പോലെയുള്ള ഉണ്ടല്ലോ, അത് കുറച്ചധികം സമയം ഒന്നങ്ങ് എണ്ണയിൽ കിടന്നിട്ടൊന്നങ്ങ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. പെട്ടെന്ന് നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവാതെ പച്ചയായിട്ട് തന്നെ മാവുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും നന്നായിട്ടൊന്നങ്ങ് മുരിച്ചെടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പം നമ്മുടെ ഒരു ചിക്കൻ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ബാഗും ഇവിടെ റെഡിയായി. അതേപോലെ തന്നെ അൽസയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്ക് ഡ്രിങ്കായിട്ട് ഞാൻ അനാർ ജ്യൂസാണ് ഉണ്ടാക്കിയത്. അതെനിക്ക് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് കാണിക്കാനും പറ്റിയില്ല. എല്ലാം കഴിഞ്ഞപ്പം കുടിച്ച് തീർന്നു പോവുകയും ചെയ്തു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ റമദാൻ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഒരുപാട് പേര് ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്നാലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി ഉണ്ടാക്കേണ്ട റെസിപ്പീസും ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക. കമൻസിലൂടെയും മെയിലിലൂടെയും ഒക്കെ അറിയിക്കുക. ഇനി ഇന്നത്തെ റെസിപ്പീസുമായി ഇന്നത്തെ വ്ളോഗുമായിട്ട് നോമ്പ് തുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.